ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 8ാമത്തെ അധ്യായം പരമപദപ്രാപ്തി എന്നുള്ള അധ്യായമാണ് വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം 21ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അവ്യക്തോക്ഷരമിത്യുക്ത തസ്മാഹു പരമാം ഗതിയം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അപ്പോൾ ഭഗവാൻ നമ്മൾ മുന്നേയുള്ള ശ്ലോകങ്ങളിൽ വായിച്ചതനുസരിച്ച് ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച്, ഈ ഭൗതിക പ്രകൃതിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് മറ്റ് ലോകങ്ങളുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ആധ്യാത്മിക പ്രകൃതിയിലും ലോകങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ ആധ്യാത്മിക പ്രകൃതിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു. അതേപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും പറയുന്നു. ഭൂത്വ പ്രലീയതേ, നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത ഭഗവാൻ പറഞ്ഞു തന്നു. ഇത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതും വീണ്ടും വീണ്ടും നശിക്കുന്നതുമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വിപരീത സ്വഭാവമാണ്, നേരെ വിപരീത സ്വഭാവമാണ് ഭഗവാന്റെ ധാമത്തിനും മറ്റ് ആധ്യാത്മിക ലോകങ്ങൾക്കുമുള്ളത് എന്ന് പറയുന്നു. അവ്യക്ത സനാതന, അതൊരിക്കലും നശിക്കാത്തതാണെന്ന് പറയും. സനാതന പ്രകൃതിയാണ് അതിനുള്ളത്, ഒരിക്കലും നശിക്കാത്തതാണ്. ഭൗതിക ലോകം വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഭഗവാന്റെ ധാമം ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറഞ്ഞു. യസ് സർവേഷു ഭൂതേഷു നശ്യസ്സു ന വിനശ്യതി. ഈ ഭൗതിക ലോകം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും ആധ്യാത്മിക ലോകത്തിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയും. ഭൗതിക ലോകം പൂർണ്ണമായിട്ടും പ്രളയജലത്തിൽ നശിച്ചാലും അല്ലെങ്കിൽ പ്രളയ അഗ്നിയിൽ നശിച്ചാലും ആധ്യാത്മിക ലോകത്തിനൊന്നും സംഭവിക്കുന്നില്ല. യസ് സർവേഷു ഭൂതേഷു, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും നശിച്ചു പോയാൽ നശ്യത്സു ന വിനശ്യതി, അതിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരിക്കലും നശിക്കാത്ത ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഭഗവാൻ എല്ലാവരെയും അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കും. ജീവാത്മാക്കൾക്കും ഈ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്കും അങ്ങോട്ട് ചെല്ലാൻ സാധിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം എന്നും ഭഗവാൻ പറഞ്ഞു. യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ അവിടെ നിന്നും പുറത്താക്കുകയില്ല എന്ന് ഭഗവാൻ അവിടെ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ലോകത്തിനെ കുറിച്ചും ഭഗവാൻ താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗതിക ലോകത്തിനെ കുറിച്ച്, ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ഉപരിലോകമായിട്ടുള്ള ബ്രഹ്മലോകത്തിൽ പോയാലും തിരിച്ചു വരേണ്ടി വരും എന്നുള്ള കാര്യം നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. ബ്രഹ്മലോകം വരെ എത്തിയാലും നമ്മൾ വലിയ തപസ്യകളൊക്കെ ചെയ്ത്, പുണ്യങ്ങളൊക്കെ ചെയ്ത്, യജ്ഞങ്ങളൊക്കെ ചെയ്ത് അവസാനം ബ്രഹ്മലോകത്തിൽ എത്തിയാലും സമയമാകുന്ന സമയത്ത് നമ്മൾക്ക് തിരിച്ചു വരേണ്ടി വരും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാന്റെ ഉദ്ദേശം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ള ആഗ്രഹങ്ങൾ വെച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരുമെന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഭഗവാൻ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടുപോവുകയല്ല, നമ്മളിൽ ആഗ്രഹം ജനിപ്പിക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ആധ്യാത്മിക ലോകത്തിന്റെ നന്മകളെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ ലോകം ത്തിനെ-കുറിച്ച് ഭഗവാൻ പറഞ്ഞത് ദുഃഖാലയം അശാശ്വതം എന്നാണ്. ഇവിടെ യഥാർത്ഥ ആനന്ദമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ആനന്ദമാണെന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ സുഖമാണെന്ന് വിചാരിച്ച് ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയാണ്. യഥാർത്ഥ സുഖം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു തരുന്നു. അപ്പൊ ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്.
ഈ ദുഃഖകരമായിട്ടുള്ള ഭൗതിക ലോകം വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നാണ് ഭഗവാൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ വേദങ്ങളിലൂടെ ഈ കാര്യം ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട്, അല്ലെ? എന്താണ്? തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. ഈ മൃത്യുലോകത്തിൽ നിന്നും അമൃതം, ഒരിക്കലും മരിക്കാത്ത ലോകത്തിലേക്ക് വരണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദങ്ങളിലൂടെ. ഇവിടെ നേരിട്ട് ഭഗവാൻ വന്ന് പറയുകയാണ്, യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്റെ ധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ജീവാത്മാവിന് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അവിടെ പറയും. അതിനുശേഷം വേദങ്ങളിൽ ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചില ആളുകൾ വേദമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ, ഭഗവാൻ നേരിട്ട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല എന്നുള്ള ആളുകളുണ്ട്. വേദവാദരതാപാർത്ഥ, ഭഗവാൻ 2ാമത്തെ അധ്യായത്തിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട്. വേദവാദരതാപാർത്ഥ നാണ്യതസ്ഥീതിവാദ, വേദങ്ങളെക്കാൾ ഉപരിയായിട്ടൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ. ഭഗവാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളെക്കാൾ ഉപരിയാണ് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കും വിശ്വസിക്കാൻ വേണ്ടി ഭഗവാൻ പറയുന്നു, അവ്യക്തോ അക്ഷരമിത്യുക്ത തസ്തമാഹു പരമാംഗ. വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവ്യക്തമെന്നും അക്ഷരമെന്നും. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പരമമായിട്ടുള്ള ഗതിയെക്കുറിച്ചാണ്, ഭഗവാന്റെ നാമത്തിനെ കുറിച്ച് തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ വേദങ്ങളിലുള്ള കാര്യവും പറഞ്ഞു തന്നു. ഇനി എങ്ങനെയാണ് ആ ധാമത്തിലേക്ക് എത്തുന്നത്, അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്നത്. 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, പുരുഷാസ പരംപാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തദം. ഭക്തിമാർഗത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ വ്യത്യസ്ത നിലവാരത്തിൽ നമ്മൾക്ക് പ്രാപിക്കാം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും, അതായത് പരമപുരുഷനായിട്ടും ഒരു വ്യക്തിയായിട്ടും നമ്മൾക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാം. അതിൽ ആ പുരുഷനെ സാക്ഷാത്കരിക്കണമെങ്കിൽ, ഭഗവാനായിട്ട് നമ്മൾക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ, ഭഗവാനുമായിട്ടുള്ള രസവിനിമയം നടക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭക്തിയിലൂടെ തന്നെ സമീപിക്കണം. മറ്റു മാർഗമൊന്നുമില്ല എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ആ ശ്ലോകം നമുക്ക് വായിക്കാം. ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 22ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരാണ് വായിക്കുന്നത്? പ്രിയ മാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. പുരുഷ സ പരം പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്ത്യസ്ഥാനി ഭൂതാനി യേന സർവമിതം തദം. വിവർത്തനം: ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വതാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനാണ് അദ്ദേഹം. ഭാവാർത്ഥം: എവിടെ നിന്ന് തിരിച്ചു വരവില്ലയോ ആ പരമപദമാണ് പുരുഷോത്തമനായ കൃഷ്ണന്റെ ലോകമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ആനന്ദ ചിന്മയരസ എന്നാണ് ആധ്യാത്മികാനന്ദപൂർണമായ ഈ സ്ഥാനത്തെ ബ്രഹ്മസംഹിത വിശേഷിപ്പിക്കുന്നത്. അവിടെ കാണാവുന്ന വർണ്ണവിശേഷങ്ങൾക്കെല്ലാം ഒരേ ഗുണമാണ്. ആധ്യാത്മികാനന്ദം അവിടെ ഒന്നും ഭൗതികമായിട്ടില്ല. അതുകൊണ്ട് ഭഗവാന്റെ ആത്മീയ വിസ്തരണങ്ങളെ പോലെ തന്നെയാണ് അവിടെയുള്ള വൈവിധ്യമാർന്ന വിസ്തരണങ്ങളും. 7ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ അവിടത്തെ എല്ലാ ആവിർഭാവങ്ങളും സമ്പൂർണമായും ആധ്യാത്മിക ശക്തിയുടേതാണ്. ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എപ്പോഴും തന്റെ പരമധാമത്തിലാണെങ്കിലും ഭൗതിക ശക്തിയാൽ അവിടുന്ന് സർവവ്യാപിയായിരിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളിൽ
തന്റെ ഭൗതികവും ആത്മീയവുമായ ശക്തികളിലൂടെ അദ്ദേഹം സർവ്വവ്യാപിയാണ്. ഏതൊന്നും അദ്ദേഹത്തിൽ തന്റെ ആധ്യാത്മികമോ ഭൗതികമോ ആയ ശക്തിയിൽ നിലനിന്നു പോരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. യസ്യാന്തഃ സ്ഥാനി എന്ന പദം ഈ ദ്വിവിധ ശക്തികളാൽ ഭഗവാൻ സർവ്വവ്യാപിയാകുന്നു. കൃഷ്ണന്റെ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഊന്നിപ്പറയുന്നു. ഭക്ത്യ എന്ന പദം പരമപദം പൂകാൻ മറ്റൊന്നും സഹായകരമാവില്ല. വൈദിക ശാസ്ത്രത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്: ഏകോ വശീർ സർവഗഃ കൃഷ്ണഃ. പരമധാമത്തിൽ ഒരു ഭഗവാൻ മാത്രമാണുള്ളത്. അവിടുത്തെ പേരാണ് കൃഷ്ണൻ. അത്യന്തം കാരുണ്യവാനാണ് അദ്ദേഹം. ഏകനാണെങ്കിലും കൃഷ്ണൻ പരസഹസ്രം പൂർണ്ണ വിസ്തരണങ്ങൾ ഉൾക്കൊള്ളുന്നു. മാറി മാറി വരുന്ന അസംഖ്യം ഇലകളും വിവിധ പുഷ്പഫലങ്ങളും ചുമന്ന് നിശ്ചലമായി നിലകൊള്ളുന്ന ഒരു വൃക്ഷത്തോട് ഭഗവാനെ വേദങ്ങൾ ഉപമിച്ചിട്ടുണ്ട്. വൈകുണ്ഠഗ്രഹങ്ങളിൽ ആധിപത്യം വഹിക്കുന്ന ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളായ ചതുർഭുജമൂർത്തികൾ പുരുഷോത്തമൻ, ത്രിവിക്രമൻ, കേശവൻ, മാധവൻ, അനിരുദ്ധൻ, ഋഷികേശൻ, സംഘർഷണൻ, പ്രദ്യുപ്നൻ, ശ്രീധരൻ, വാസുദേവൻ, ദാമോദരൻ, ജനാർദ്ദനൻ, നാരായണൻ, വാമനൻ, പത്മനാഭൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളാലാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ സദാ ഗോലോക വൃന്ദാവനം എന്ന ഉത്കൃഷ്ടധാമത്തിലാണെങ്കിലും സർവവ്യാപിയാകയാൽ എല്ലാം ഭംഗിയായി നടക്കുന്നു. ഗോലോക ഏവ നിവസത്യഖിലാത്മഭൂതഃ പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ സ്വാഭാവികി ജ്ഞാനബലാ ക്രിയാച. ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടിയും കുറ്റമറ്റ വിധത്തിലും നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ബൃഹത്താണ് അവിടുത്തെ ശക്തിവിശേഷങ്ങൾ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമദാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഭഗവാനെ സാക്ഷാത്കരിക്കണമെങ്കിൽ, ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ഭക്തിമാർഗം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ പറയുന്നു, ഈശ്വരനെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത് വ്യത്യസ്ത നിലവാരത്തിലാണ്. എല്ലാവരും ഈശ്വരനെ ഭഗവാൻ എന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ ഒറ്റയടിക്ക് തയ്യാറായിക്കൊള്ളണമെന്നില്ല. പലരും ഈശ്വരനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അത് ഈശ്വരനെ കുറിച്ചുള്ള ആദ്യത്തെ മനസ്സിലാക്കലാണ്. അത് ആത്യന്തികമായിട്ടുള്ള മനസ്സിലാക്കലാണ് ഭാഗവതത്തിൽ പറയുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തിൽ. ആദ്യം നമ്മൾ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ബ്രഹ്മമായിട്ടാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തി, അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി. അവ്യക്ത രൂപത്തിലാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയായിട്ട് ആദ്യം തന്നെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. പിന്നീട് കുറച്ചും കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മം എന്ന് മനസ്സിലാക്കുന്നത് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. ജ്ഞാനത്തിന്റെ മാത്രം സഹായത്തോടുകൂടി ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കും. പിന്നീടാണ് കുറച്ചുകൂടി യോഗ പദ്ധതി സ്വീകരിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് യോഗ പദ്ധതിയിലൂടെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കും ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന, അവരെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു രൂപമാണ് എന്നുള്ള കാര്യം. ചതുർഭുജ നാരായണ രൂപത്തിൽ ആ വ്യക്തി, ആ ഭഗവാനെ അവർക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. യോഗികൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ബ്രഹ്മേതി പരമാത്മേതി. പിന്നീടാണ് ഭഗവാൻ. ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുന്നത് ആർക്ക് മാത്രമാണ്? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭക്ത്യാ ലഭ്യ സ്വനന്യ പുരുഷ. ആദ്യം പറഞ്ഞിട്ടുള്ളത് പുരുഷനാണ്. പുരുഷൻ, ഭഗവാൻ, ആ വ്യക്തി. ഭഗവാൻ എന്നുള്ള വ്യക്തിയുമായിട്ട് നമ്മൾക്ക് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ, ഭഗവാനെ ഒരു വ്യക്തി എന്നുള്ള നിലവാരത്തിൽ നമ്മൾക്ക് സേവിക്കണമെങ്കിൽ, ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നമ്മൾക്ക് എത്തണമെങ്കിൽ അതിനുള്ള വഴി ഇത് മാത്രമാണ്. ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു,
പുരുഷാസ പരംപാർത്ഥ, ഭഗവാനെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ സാക്ഷാത്കരിച്ച് ഭഗവാനെ സേവിക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഭക്ത്യാലഭ്യസ്ത്വനന്യ, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയും. മറ്റുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാകും. പക്ഷെ ഭഗവാൻ എന്നുള്ള രീതിയിൽ പുരുഷൻ ആയിട്ടുള്ള ഒരു വ്യക്തി, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി എന്നാണ് അർത്ഥം. ആ വ്യക്തിയുമായിട്ട് നമ്മൾക്ക് രസവിനിമയം നടത്തണമെങ്കിൽ, ഭഗവാനുമായിട്ട് ബന്ധം നേടണമെങ്കിൽ ഭക്തി മാത്രമേ വഴിയുള്ളൂ എന്നാണ് പറയുന്നത്, അല്ലെ? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തിയുടെ നിർവചനം നമ്മൾക്കറിയാം. ഋഷികേശ സേവനം ഭക്തിരുച്യത. ഭഗവാനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സേവിക്കുന്നതിനെയാണ്, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഭഗവാനെ സേവിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, പ്രാധാന്യമുള്ളത് ജ്ഞാനത്തിനോ അല്ലെങ്കിൽ മറ്റ് ശ്വാസോച്ഛ്വാസ പ്രക്രിയയ്ക്കോ ഒന്നുമല്ല. എന്തിനാണ് പ്രാധാന്യം? സേവനത്തിനാണ് പ്രാധാന്യം. ഭഗവാനെ സേവിക്കാൻ തയ്യാറായവർക്ക് മാത്രമേ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അങ്ങനെ ഭക്തിയിൽ മുന്നേറുന്ന സമയത്ത് മാത്രമേ, ഭക്തിയുടെ സഹായത്തോട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതിവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോഗം തന്നെയാണ്, അല്ലെ? അത് പല സ്ഥലത്തും 2-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതില് നമ്മൾക്ക് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെയും ഭഗവാൻ പറയുന്നു, പുരുഷാസ പരംപാർത്ഥ ഭക്ത്യാലഭ്യസ്തനന്യ, ഭക്തി കൊണ്ട് മാത്രമേ ലഭിക്കുള്ളൂ. അന്യ, മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്ത്യാലഭ്യ സ്വനന്യ, മറ്റു മാർഗങ്ങൾ കൊണ്ടല്ല എന്നും എടുത്തു പറയും. അനന്യമായിട്ടുള്ള ഭക്തി, അനന്യഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർഗങ്ങളൊന്നും മിക്സ് ചെയ്യാതെ, ഭക്തി കൊണ്ട് മാത്രം എനിക്ക് ഭഗവാനെ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മറ്റ് മാർഗങ്ങളൊന്നും കൂട്ടിക്കുഴയ്ക്കാതെ ഉള്ള ഭക്തി, ശുദ്ധമായിട്ടുള്ള ഭക്തി. മാത്രമല്ല മറ്റാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ, നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു അനന്യ ഭക്തിയെ കുറിച്ച്. അനന്യമായിട്ട് ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഭഗവാനെ ലഭിക്കുമെന്ന് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശ. മറ്റു ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഭക്തിയാണ് അനന്യഭക്തി എന്നത്. ആ ഭൗതിക ആഗ്രഹം എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മോക്ഷത്തിനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് തന്നെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും മറ്റ് ഒരുപാട് അനുയായികൾ ഉണ്ടാകണം, തനിക്ക് ഒരു ഗുരുവായി തീരണം, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാകും. ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതൊന്നുമില്ലാതെയുള്ള ഭക്തി, അതിനാണ് അനന്യഭക്തി എന്ന് പറയുന്നത്. ഭക്ത്യാലഭ്യസ്ത്വനന്യ, അത് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഭക്തിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഭഗവാൻ പരിഹരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഭക്തിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ഈശ്വരൻ എന്നൊരു വ്യക്തിയുണ്ട്, ഈശ്വരനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഭക്തിയിലേക്ക് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക നേട്ടം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭക്തിയിലേക്ക് വരാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഭക്തിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അതാണ് സാധാരണഗതിയിൽ വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മൾക്ക് നമ്മുടെ ഭക്തി ശുദ്ധമായിട്ട് മാറുന്നത്. മറ്റ് ശുദ്ധഭക്തന്മാരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് നമ്മുടെ ഭക്തി ശുദ്ധമായിട്ട് മാറുന്നത്. ആ സമയത്ത് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. പുരുഷാസ പരംപാർത്ഥ ഭക്ത്യാലഭ്യ സ്വനന്യ, അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ടാണ് ഭഗവാനെ ലഭിക്കുന്നത്. യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തതം. അവർക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഭഗവാന്റെ മറ്റു ഭാവങ്ങളെ കുറിച്ചും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിക്ക് പുരുഷാസ പരംപാർത്ഥ, ആ പരമപുരുഷനെ ലഭിച്ചിട്ടുള്ള വ്യക്തിക്ക് ഭഗവാന്റെ മറ്റ് ആവിഷ്കാരങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. മറ്റ് ആവിഷ്കാരങ്ങളെ കുറിച്ചാണ് ഇവിടെ
രണ്ടാമത്തെ വരിയിൽ പറയുന്നത് യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തത്. എന്താണ് യസ്യ അന്തസ്ഥാനി ഭൂതാനി? എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ. അത് ഭഗവാന്റെ ഏത് ആവിഷ്കാരമാണ്? പരമാത്മാ. യെസ്, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന്റെ ആവിഷ്കാരം പരമാത്മ രൂപമാണ്, അല്ലെ? പരമാത്മ ഭഗവാൻ പറയുന്നുണ്ട് സർവസ്യജാഹം ഹൃദയ സന്നിവിഷ്ടോ, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ പരമാത്മ സാക്ഷാത്കാരവും ഭക്തന് ലഭിക്കും. അങ്ങനെ ഭക്തൻ എന്തും മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് പരമാത്മ രൂപത്തിൽ എന്ന് ഭക്തന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ സാക്ഷാത്കാരത്തിനെ കുറിച്ചും ഇവിടെ ഭഗവാൻ പറയുന്നു യസ്യാന്തസ്ഥാനി ഭൂതാനി. അപ്പൊ അതേ ഭഗവാൻ തന്നെയാണ്, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഒരേ സമയം പരമപുരുഷനായിട്ടുള്ള ഭഗവാനായിട്ടിരിക്കുന്നതും എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നതും. യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തതം. മറ്റു ആവിഷ്കാരത്തിനെ കുറിച്ചാണ്, മൂന്നാമത്തെ ആവിഷ്കാരത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് ഏന സർവമിതം തതം. അതെന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ, അല്ലെ? മുഴുവൻ പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരൻ ഭഗവാൻ. അത് ഭഗവാന്റെ ഏത് ആവിഷ്കാരമാണ്? അത് ഭഗവാന്റെ ബ്രഹ്മം എന്നുള്ള ആവിഷ്കാരം, അല്ലെ? അപ്പം ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ഭഗവാന്റെ ആവിഷ്കാരങ്ങളും വളരെ എളുപ്പത്തിൽ ഭക്തന് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ഒരേ സമയം ബ്രഹ്മമാണ്, അതായത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഏന സർവം ഇതം തതം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ട്. യസ്യാന്തസ്ഥാനി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഭഗവാൻ പുരുഷനാണ്, ഭഗവാൻ ഒരു വ്യക്തിയാണ്, എനിക്ക് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്, ഭഗവാനെ സേവിക്കുകയാണ് എൻ്റെ ഒരേ ഒരു കർമ്മം, മറ്റൊന്നും എനിക്ക് കർമ്മമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? കർമാപ്യേകം തസ്യ ദേവസ്യ സേവ എന്ന് ശങ്കരാചാര്യൻ പറയും. കർമാപ്പി ഏകം തസ്യ ദേവസ്യ സേവ. ഒരു ജീവാത്മാവിന് ഒരേ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ, എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അത് ഭഗവത് സാക്ഷാത്കാരത്തിലാണ് ലഭിക്കുന്നത്. ഈ മൂന്ന് സാക്ഷാത്കാരവും ലഭിക്കുന്ന ആർക്കാണ്? ഭക്തനാണ് എന്നിവിടെ പറയുന്നു. ഭക്ത്യാലഭ്യ സ്വനന്യാണ്. അങ്ങനെയുള്ളവർക്കാണ് ഭഗവാന്റെ ആത്മീയ ഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആത്മീയ ലോകങ്ങളിലേക്ക് മറ്റുള്ളവർക്കും പ്രവേശിക്കാം. ആത്മീയ ലോകങ്ങളിലേക്ക് ജ്ഞാനികൾക്കും പരമാത്മവാദികൾക്കും അല്ലെങ്കിൽ യോഗികൾക്കും ഒക്കെ പ്രവേശിക്കാം അവരുടെ യോഗശക്തി കൊണ്ട്. പക്ഷേ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന്റെ ഗ്രഹങ്ങളിൽ പ്രവേശിച്ച് ഭഗവാനുമായിട്ടുള്ള രസവിനിമയം, ഇവിടെ പറയുന്നുണ്ട് വൈകുണ്ഠ ലോകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ശീല പ്രഭാകർ എടുത്തു പറയുന്നുണ്ട്. എവിടെ നിന്ന് തിരിച്ചുവരവില്ലയോ ആ പരമപദമാണ് പുരുഷോത്തമൻ നായ കൃഷ്ണന്റെ ലോകം എന്നിവിടെ വ്യക്തമാക്കുന്നു. ആത്മീയ ലോകത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ എത്തിക്കഴിഞ്ഞാൽ, അവിടെ എത്താൻ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അതാണ് ഒരു പ്രത്യേകത. യദ്ഗത്വ ന നിവർത്തന്തി. ആത്മീയ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അത് ആത്മീയ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെന്താണ് പറയുന്നത്? ആനന്ദ ചിന്മയ രസ എന്നാണ് ആധ്യാത്മിക ആനന്ദപൂർണമായ ഈ സ്ഥാനത്തെ ബ്രഹ്മസംഹിത വിശേഷിപ്പിക്കുക. അവിടെയാണ് യഥാർത്ഥ ആനന്ദമുള്ളത് എന്ന് പറയും. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഇതുവരെ ആനന്ദം എന്നുള്ള ഒരു അനുഭൂതി അനുഭവിച്ചിട്ടില്ല. ഇവിടെ ആനന്ദം യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. ആനന്ദമാണെന്ന് നമ്മൾ കരുതി അനുഭവിക്കുന്നതൊക്കെ ഈ ലോകത്തിലുള്ള സുഖവും ദുഃഖവുമാണ്. സുഖത്തിൽ നിന്ന് കുറച്ചൊരു സമാധാനം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, ദുഃഖത്തിൽ നിന്ന് കുറച്ചൊരു സമാധാനം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ദുഃഖം കുറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സുഖമാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് പറയും? സുഖമാണെന്ന് പറയും. അത്രയേ ഉള്ളൂ ഇവിടെയുള്ള സുഖം എന്ന് പറയുന്നത്. പക്ഷെ ആത്മീയ ലോകത്തിലാണ് ആനന്ദം എന്നുള്ള അനുഭവമുള്ളത്. ആ ആനന്ദം എവിടുന്നാണ് വരുന്നത് എന്ന് പറയുന്നു? ആനന്ദ ചിന്മയ രസം. ഭഗവാനുമായിട്ടുള്ള രസവിനിമയത്തിലാണ് ആനന്ദം ലഭിക്കുന്നത്. ഭഗവാനുമായിട്ട് ബന്ധം മനസ്സിലാക്കി ഭഗവാനെ സേവിക്കുന്ന സമയത്ത് ഭഗവാനും നമ്മളോട് അതേ രീതിയിൽ പ്രതികരിക്കും. അപ്പൊ ഭഗവാന്റെ പ്രതികരണത്തിൽ നിന്നാണ് നമ്മൾക്ക് ആനന്ദം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾക്ക് ആനന്ദം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാനും കൂടുതൽ ആനന്ദം ഉണ്ടാകുമെന്ന് പറയും.
അപ്പൊ ഭഗവാൻ ആനന്ദം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും കൂടുതൽ ഈ ജീവാത്മാവിനും ആനന്ദമുണ്ടാകും. ഇങ്ങനെ പരസ്പരം ആനന്ദാമ്പുതി വർധനം, ആ ആനന്ദവിനിമയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ മാത്രമാണ്? ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ മാത്രമാണ്. അത് ആധ്യാത്മിക ലോകത്തിലാണ് സംഭവിക്കുന്നത് എന്നത്. ആനന്ദം എന്നുള്ള അനുഭവം യഥാർത്ഥത്തിൽ ആത്മീയമാണ്, ആത്മീയ ലോകത്തിൽ മാത്രമാണ് ഉള്ളതെന്ന് പറയും. അവിടെ കാണാവുന്ന വർണ്ണവിശേഷങ്ങൾക്കെല്ലാം ഒരേ ഗുണമാണ്. ആത്മീയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമായിട്ടുള്ള ഒരു സ്ഥലമല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അവിടെ എല്ലാവിധ വൈവിധ്യങ്ങളുണ്ട്, വർണ്ണവിശേഷങ്ങളുമുണ്ട്. അവിടെയും മലകളും പുഴകളും മറ്റ് സസ്യജാലങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? അതെല്ലാം അവിടെ ഒന്നും ഭൗതികമായിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ ഉള്ള ജീവജാലങ്ങളൊക്കെ ആത്മീയം തന്നെയാണ്. ആത്മീയ ഗുണങ്ങൾ അവയ്ക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറയും. ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും വ്യക്തികളാണ്, ബോധമുള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള മലകളും പുഴകളും മരങ്ങളും ഒക്കെ വ്യക്തികളാണ്. അപ്പൊ ഭഗവാൻ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ ഇവിടെ വന്ന സമയത്തും ഇവിടെ വൃന്ദാവനത്തിൽ ലീലകൾ ചെയ്യുന്ന സമയത്തും ഭഗവാൻ ഓരോ ജീവജാലങ്ങളുമായിട്ടും നമ്മളെ ജീവനില്ല എന്ന് കരുതുന്ന മലകളും പുഴകളുമായിട്ട് ഒക്കെ ഭഗവാൻ സംസാരിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നു. അല്ലെ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവർദ്ധന പർവ്വതത്തിന് പൂജ ചെയ്യണം. ആ ഗോവർദ്ധനം അവസാനം പ്രത്യക്ഷമായിട്ട് സംസാരിക്കുന്നു. അതേപോലെ ഭഗവാൻ യമുനാ നദി, കാളിന്തി നദിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അതൊരു വ്യക്തിയാണ്. യമുന എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് ഭഗവാൻ ബന്ധം സ്ഥാപിക്കുന്നു. അപ്പൊ അവിടെ എല്ലാം ആത്മീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ബോധമുള്ള വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്കും അവരുമായിട്ട് സംവദിക്കാൻ സാധിക്കും. വൃക്ഷങ്ങളുമായിട്ടും അതേപോലെ മറ്റ് ജീവജാലങ്ങളുമായിട്ടും നമ്മൾക്കും എല്ലാവർക്കും സംവദിക്കാൻ സാധിക്കും. അതാണ് ചിന്മയം എന്ന് പറയുന്നത്. എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ല, ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു വ്യക്തി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും എന്താണ് മറ്റൊരാൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിയായിട്ടുള്ള സേവനം ചെയ്യാനും നമ്മൾക്ക് സാധിക്കും. അല്ല, അവർ ഉദ്ദേശിച്ച സേവനമായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അത് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ചെയ്യും. അവസാനം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വലിയ പ്രശ്നമുണ്ടാകും, തെറ്റിദ്ധാരണകളുണ്ടാകും. അതൊക്കെ ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ അവിടെ അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നില്ല. ഒരാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്മയ, ചിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാണ്. മറ്റൊരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അവരെന്താണ് ചിന്തിക്കുന്നത് എന്നെല്ലാം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നില്ല. അതാണ് ആത്മീയ ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവിടെ ഒന്നും ഭൗതികമായിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ആത്മീയ ലോകത്തിലെത്തി ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭക്തിമാർഗം മാത്രമേ വഴിയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. കൃഷ്ണന്റെ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ലോകങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഊന്നി പറയുന്നു. ഭക്തി എന്ന പദം മറ്റ് വൈകുണ്ഠ ലോകങ്ങളിൽ എത്തി ഭഗവാനെ സേവിക്കണമെങ്കിലും നമുക്ക് ഭക്തി തന്നെയാണ് മാർഗം. ഭക്തിമാർഗമില്ലെങ്കിൽ നമുക്ക് വൈകുണ്ഠ ലോകത്തിലെത്തി ഭഗവാനെ സേവിക്കാൻ സാധിക്കില്ല. ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഭഗവാനെ സേവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വൈകുണ്ഠ ലോകങ്ങളിൽ ഭഗവാൻ വ്യത്യസ്ത മൂർത്തി രൂപങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയും. അല്ല, ഇവിടെ പറയുന്നുണ്ട് പുരുഷോത്തമൻ, ത്രിവിക്രമൻ, കേശവൻ, മാധവൻ, അനിരുദ്ധൻ, ഋഷികേശൻ, ഇങ്ങനെ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്. ആ പേരിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളും ഭഗവാനുണ്ട്. ഓരോ പേരിനും അനുസരിച്ച് ഭഗവാന്റെ കൈകളിലുള്ള ശംഖചക്ര ഗദാപത്മങ്ങളുടെ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള പേരുകളുള്ളത്. അപ്പൊ നമ്മൾ ഏത് രൂപത്തിനെയാണോ ആരാധിക്കുന്നത് ആ രൂപത്തിലുള്ള ഭഗവാൻ
ഏത് വൈകുണ്ഠത്തിലാണോ ഇരിക്കുന്നത് അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. എന്നാൽ നേരത്തെ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയുക. ഏത് ഭാവത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതിനെ തന്നെ നമ്മൾ പ്രാപിക്കും. ഇനി ഭഗവാനെ എല്ലാ ഭൗതിക വസ്തുക്കളെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, ഭൗതികമായിട്ടുള്ള വ്യക്തികളെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് മരിക്കുന്നതെങ്കിൽ, ശരീരം വെടിയുന്നതെങ്കിൽ അതിനെ ആയിരിക്കും നമ്മൾ പ്രാപിക്കുക എന്നുള്ള കാര്യം നേരത്തെയുള്ള ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാൻ സദാ ഗോലോക വൃന്ദാവനം എന്ന ഉത്കൃഷ്ടധാമത്തിനാണെങ്കിലും സർവ്വവ്യാപിയാകിയാൽ എല്ലാം ഭംഗിയായി നടക്കും. അപ്പം ഭഗവാന്റെ ഒരു സവിശേഷത ഇവിടെ പറയുന്നുണ്ട്, യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവം ഇതം കഥം. ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വ്യാപിച്ചിട്ടുള്ള ഭഗവാൻ തന്നെയാണ് പരമപുരുഷനായിട്ട് ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഒരേ സമയം പരമപുരുഷനായിട്ട് കൃഷ്ണനായിട്ട് ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കാനും സാധിക്കും, എല്ലായിടത്തും വ്യാപിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്താനും ഭഗവാന് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തഥം. അത് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തിയാണ്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളിലൂടെയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയും. മാത്രമല്ല, ഭഗവാൻ എത്ര അവതാരങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഭഗവാനായിട്ട് ഗോലോക വൃന്ദാവനത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യത്. ഭഗവാനിൽ നിന്ന് എത്ര അവതാരങ്ങൾ ഉണ്ടായാലും എത്ര വിസ്തരണങ്ങൾ ഉണ്ടായാലും ഇനി ഭഗവാന്റെ പൂർണ്ണരൂപം തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അവതരിച്ചാലും എന്ത് സംഭവിക്കും? ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ തന്നെ ഉണ്ടാകും. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യത്തെ. അത് ആത്മീയമായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് അല്ലെ. ഭൗതികമായിട്ടുള്ള കാൽക്കുലേഷനിൽ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്? പൂജ്യമാണ്. ഒന്നിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ല, ശൂന്യം അല്ലെ. ഭൗതികമാണെങ്കിൽ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ എന്ന് പൂർണ്ണമേവ അവശിഷ്യത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പൂർണ്ണം അവശേഷിക്കുന്നില്ല. എന്താണ് അവശേഷിക്കുന്നത്? ഭൗതികതയിൽ ശൂന്യമാണ് അവശേഷിക്കുന്നത്, പൂജ്യമാണ് അവശേഷിക്കുന്നത്. ഒന്നിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ ശൂന്യം. പക്ഷെ ആത്മീയതയിൽ ഭഗവാനിൽ നിന്ന് ഭഗവാൻ തന്നെ വന്നാലും ഭഗവാൻ അവിടെ അവശേഷിക്കും. അതുകൊണ്ട് ഭഗവാൻ എല്ലാ സമയത്തും എവിടെ തന്നെയാണെന്ന് പറയുന്നു? ഗോലോക ഏവ നിവസതി അഖിലാത്മഭൂതവും ബ്രഹ്മസംഹിതയിൽ പറഞ്ഞു. ഭഗവാൻ എപ്പോഴും ഗോലോക വൃന്ദാവനത്തിൽ തന്നെയാണ്. ഗോലോക ഏവ നിവസതി അഖിലാത്മഭൂതം. പിന്നീട് ഭഗവാൻ മറ്റു ലോകങ്ങളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയം. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളിലൂടെയാണ് ഭഗവാൻ വ്യത്യസ്ത ലോകങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഏത് സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഏത് സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അത് ഭക്തന്മാരെ കുറിച്ചല്ല, ഭക്തിയിലേക്ക് വരാത്ത സാധാരണ കർമ്മകാണ്ഡത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവര് സമയമൊക്കെ നോക്കും, സമയം ലക്ഷണങ്ങളെയൊക്കെ നോക്കിയിട്ടാണ് അവര് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഭഗവാന്റെ ഭക്തിയിൽ അത്ര വിശ്വാസമില്ല. അവർ ഏത് സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഏത് സമയത്ത് മരിച്ചാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. യെസ്, ഇപ്പൊ സമയമായിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജലജ മാതാജി പറഞ്ഞു. ഇപ്പൊ ഗോലോകത്തിൽ മാത്രമേ ഭഗവാൻ 2 കൈകളുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചതുർഭുജമായിട്ടാണോ ഉള്ളത്? ബാക്കിയുള്ള എല്ലാ വൈകുണ്ഠ ലോകങ്ങളിലും മറ്റു വൈകുണ്ഠ ലോകങ്ങളിലും ഉണ്ട്. ഭഗവാൻ മധുരയിൽ 2 രൂപവും കാണിക്കുന്നത്.
മധുരയിൽ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ ദ്വിഭുജ രൂപത്തിലുള്ള കൃഷ്ണനുമുണ്ട്, ചതുർഭുജ രൂപത്തിലുള്ള വാസുദേവ രൂപത്തിലുള്ള കൃഷ്ണനും മധുരയിലുണ്ട്. അതേപോലെ ദ്വാരകയിൽ, ദ്വാരകാധാമത്തിലും ഭഗവാൻ ദ്വിഭുജ രൂപത്തിലുണ്ട്. ദ്വിഭുജ രൂപത്തിലുമുണ്ട്, ചതുർഭുജ രൂപത്തിലും. ദ്വാരകാധാമം സാധാരണ മറ്റു വൈകുണ്ഠ ലോകങ്ങളിൽ ചതുർഭുജ രൂപത്തിലാണ് ഭഗവാൻ. ഈ രണ്ട് ധാമങ്ങളും ഈ ഗോലോക വൃന്ദാവനത്തിനോട് വളരെ അടുത്തുള്ള ധാമങ്ങളാണ്. മധുരാധാമം, അതേപോലെ ദ്വാരകാധാമം. അയോധ്യയിലോ പ്രഭു? അയോധ്യയിൽ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്, കൃഷ്ണരൂപമല്ല. അല്ല, അപ്പോഴും രണ്ട് കൈകൾ, രണ്ട് കൈകളാണ്, രണ്ട് കൈകളുള്ള രൂപമാണ്. പ്രഭു ഇനിയൊരു ഡൗട്ട് വന്നു. 20ാമത്തെ ശ്ലോകത്തിൽ വിവർത്തനം വരുമ്പോ വ്യക്തവും, എന്റെ ബുക്കിൽ അങ്ങനെയുള്ളത് പ്രഭു, എനിക്കറിയില്ല മറ്റുള്ള ബുക്കിൽ, വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട് എന്ന് വരുന്നുണ്ട്. അവിടെ അവ്യക്തഭാവം എന്നല്ല വരേണ്ടത്? യെസ്, അവിടെ അവ്യക്തഭാവം എന്നാണ് വരേണ്ടത്. മലയാളത്തിൽ വന്നപ്പോൾ ആണത് വ്യക്തഭാവം എന്നായി മാറിയത്. ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അൺമാനിഫെസ്റ്റഡ് എന്നാണ്. അൺമാനിഫെസ്റ്റഡ് നാച്ചർ, അൺമാനിഫെസ്റ്റഡ് എന്ന് പറയുന്നത് അവ്യക്തഭാവം, അവ്യക്തഭാവം അല്ല. അവിടെ ശ്ലോകത്തിലും അങ്ങനെ തന്നെയാണ്. പരസ്തസ്മാത്തു ഭാവോ അന്യോ അവ്യക്തോ അവ്യക്താത് സനാത് എന്നാണ് കൊടുത്തത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി പ്രഭു, വൈകുണ്ഠ ലോകവും ഗോലോകം തമ്മിൽ എന്നാ പ്രഭു വ്യത്യാസം? യെസ്, വൈകുണ്ഠ ലോകവും ആത്മീയ ലോകമാണ്. ഗോലോക വൃന്ദാവനം ആത്മീയ ലോകം തന്നെയാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള വൈകുണ്ഠ ലോകമാണ് ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത്, അല്ലെ? ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ആ ഗോലോക വൃന്ദാവനത്തിന്റെ സ്ഥാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ദേവി മഹേശ ഹരിധാമസു തേഷു തേഷു. നമ്മൾ മുകളിലേക്ക് പോയി ദേവീധാമം കടന്ന് മഹേശധാമം, കൈലാസധാമത്തിലെത്തി. കൈലാസധാമം കടന്നു കഴിഞ്ഞാലാണ് ഹരിധാമം. ഹരിധാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠലോകം. തേഷു തേഷു, അതിനെല്ലാം താണ്ടി ഏറ്റവും അവസാനം എത്തുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗ്രഹമാണ് ഗോലോക വൃന്ദാവനം. ആ ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിത്യലീലകൾ നടക്കുന്നത്. ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാൻ ലീലകൾ ചെയ്യുന്നത് ഗോലോക വൃന്ദാവനത്തിലാണ്. മറ്റ് വൈകുണ്ഠ ലോകങ്ങളിൽ ഭഗവാന്റെ മറ്റ് വിസ്തരണങ്ങളാണ് ലീലകൾ ചെയ്യുന്നത്. അതായത് നാരായണ രൂപം, അല്ലെങ്കിൽ വാമന രൂപം, നരസിംഹരൂപം, ശ്രീരാമചന്ദ്ര രൂപം, മത്സ്യരൂപം, കൂർമ്മരൂപം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, വരാഹമൂർത്തി, അവരൊക്കെ മറ്റു വൈകുണ്ഠ ലോകങ്ങളിലാണ്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ നടക്കുന്നത് ഗോലോക വൃന്ദാവനം. ഹരേ കൃഷ്ണ. അപ്പൊ ഏറ്റവും ഉയർന്ന വൈകുണ്ഠ ലോകം ഗോലോകം, അതങ്ങനല്ലേ പ്രഭു? യെസ്, ഏറ്റവും ഉയർന്ന വൈകുണ്ഠ ലോകമാണ് ഗോലോക വൃന്ദാവനം. ഭഗവാൻ പറയുന്നുണ്ട്, മത്തപരതരം നാണ്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഭഗവാൻ പറയുന്നുണ്ട്, എന്നേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഭഗവാനും ഭഗവാന്റെ ധാമവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഭഗവാന്റെ ധാമത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ധാമവുമില്ല എന്നാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക്സ് അലോട്ട്. ഹരേ കൃഷ്ണ പ്രഭു. രാധാറാണിയെ കുറിച്ച് എവിടെയാ? നമ്മളിവിടെ നമ്മുടെ വൃന്ദാവനത്തിലായിരുന്നല്ലോ രാധാറാണി ഒറ്റത്തുള്ള ജീവിതം. അപ്പൊ ആ ഗോലോക വൃന്ദാവനത്തിലെ രാധാറാണിയെ കുറിച്ച് പറയുന്നില്ലേ, മഹാലക്ഷ്മിമാരെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊന്നും പറയുന്നത്? രാധാറാണിയെ കുറിച്ച് എവിടെയാണ് പറയുന്നത് എന്നാണോ മാതാജി ചോദിക്കുന്നത്? രാധാറാണി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അന്തരംഗ ശക്തിയാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ഇവിടെ
ഭൂമിയിൽ വന്ന സമയത്ത് രാധാറാണി പ്രത്യക്ഷ രൂപമായിരുന്നല്ലോ. അപ്പൊ അത് അങ്ങനെ ഗോലോക വൃന്ദാവനത്തില് രാധാറാണി ഉണ്ടോ എന്നുള്ളതാണ്. യെസ്, ഗോലോക വൃന്ദാവനത്തിൽ രാധാറാണിയാണുള്ളത്. രാധാറാണിയുടെ നിയന്ത്രണത്തിലാണ് അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഗോലോക വൃന്ദാവനത്തിലെ റാണി എന്ന് പറയുന്നത് രാധാറാണി തന്നെയാണ്. രാധാറാണിയാണ് അവിടെ എല്ലാവരും സേവിക്കുന്നത്. നമ്മൾ തുളസി കീർത്തനം ചെല്ലുമ്പം പാടുന്നില്ല, രാധാകൃഷ്ണ സേവാഭാവോ ഏ അഭിലാഷ്. ഗോലോക വൃന്ദാവനത്തിൽ എല്ലാവരും സേവിക്കുന്നത് ആരെയാണ്? രാധാകൃഷ്ണന്മാരെയാണ്. രാധാകൃഷ്ണന്മാരെ സേവിക്കുന്നവർക്കാണ് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ സാധിക്കും. ഹരേ കൃഷ്ണ. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രഭുജി രാധാറാണിയെ കുറിച്ച് അങ്ങനെയോട് പറയാത്തത്? ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് തെറ്റിദ്ധാരണയുണ്ടാവും. അതുകൊണ്ടാണ് രാധാറാണിയോടുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്, അല്ലെ? അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കും അവരെ കുറിച്ച്, ഭഗവാനെ കുറിച്ചും രാധാറാണിയെ കുറിച്ചും. നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. ഭൗതിക ലോകത്ത് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള നിലവാരത്തിലുള്ള ബന്ധമാണ്. യഥാർത്ഥത്തിൽ രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാനും രാധാറാണി തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ സ്വാധീന ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഉയർന്ന നിലവാരത്തിലാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഭഗവാന്റെ ലീലകളും രാധാറാണിയുടെ ലീലകളും നമ്മൾ എടുത്തു പറയുന്ന സമയത്ത് അത് നമ്മൾ സാധാരണ മനുഷ്യർ അതൊരു ഭൗതിക കഥയായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അവരോട് ചെയ്യുന്ന, വീണ്ടും ഭഗവാനോടും രാധാറാണിയോടും ചെയ്യുന്ന ഒരു അപരാധമായിട്ട് മാറും. നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ കിടന്നു പോകേണ്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ മഹത്വത്തിനെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ആത്മീയ നിലവാരത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ഭഗവാന്റെ ഏറ്റവും അടുത്ത ശക്തിയായിട്ടുള്ള സ്വാധീന ശക്തിയെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലും രാധാറാണിയെ കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ, അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഭക്തന്മാർ രാധാറാണിയുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ രാധാറാണിയുടെ ആശ്രയത്തിലാണ് അവർക്ക് ഭഗവാന്റെ സേവനം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത എന്ന് പറയുന്നുണ്ട്, അല്ലെ? ആ ദൈവീ പ്രകൃതി എന്ന് പറയുന്നത് ആരാണ്? രാധാറാണിയാണ്. പക്ഷെ അങ്ങനെ രാധാറാണി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഹരേ കൃഷ്ണ. അപ്പൊ പ്രഭുജി, നമ്മൾ ഓരോ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഇവിടെ വന്ന് അവതരിക്കുന്ന സമയത്ത്, ഭഗവാൻ വന്ന് അവതരിക്കുന്ന സമയത്തെല്ലാം ലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ വായിക്കുമ്പോഴൊക്കെ മുമ്പ് തൊട്ടേ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്, മഹാലക്ഷ്മിയുടെ അവതാരമായിട്ട്. സീത വരുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ അവതാരത്തിലും ആ ഒരു സ്ത്രീ സങ്കല്പം വരുന്നത് എപ്പോഴും മഹാലക്ഷ്മിയായിട്ടാണ്. ഇപ്പൊ ഈവൻ തുളസി ദേവിയുടെ കഥ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥകളിൽ കേട്ടിട്ടുണ്ട്, ഭാര്യയാവാൻ ആഗ്രഹിച്ചു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴും കേട്ടിട്ടുള്ളത് കൂടുതലായിട്ടും ഭാഗവതത്തിലുള്ള കഥകളിലായാലും ശരി, രുക്മിണി ആയാലും മഹാലക്ഷ്മിയുടെ അവതാരം എന്നുള്ള രീതിയിലാണ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഡൗട്ട് വരുന്നത് പ്രവചനം. കാരണം രാധാതത്വം ഏറ്റവും രഹസ്യമായിട്ടുള്ള തത്വമാണ്. അത് നമ്മൾക്ക് സാധാരണഗതിയിൽ ഭഗവാനെ സേവിക്കാതെ, ഭക്തന്മാരിലൂടെ ശ്രവിക്കാതെ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നാണ്? പബ്ലിക്കിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതൊരു പബ്ലിക് നോളജ് അല്ല. അതുകൊണ്ടാണ്. ചൈതന്യ ചരിതാമൃതത്തില് രാധാറാണിയെ കുറിച്ചിട്ടാണ് കുറെ പറയുന്നത്. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു തന്നെ രാധാറാണിയുടെ ഭാവത്തോടുകൂടി വന്നിട്ടുള്ളതാണ്. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുകയാണെങ്കിൽ രാധാകൃഷ്ണന്മാരെ ആരാധിക്കുന്നതിന് തുല്യമാണ്. രാധാകൃഷ്ണന്മാരെയാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നത്, അല്ലെ? രാധാകൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും അന്യമല്ല എന്ന് പറയുന്നുണ്ട്, ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. രണ്ടും ഒന്നാണ്, ഒരേ വ്യക്തിയാണ്. അപ്പോൾ കലിയുഗത്തിലുള്ള ആളുകൾക്കുള്ള ആരാധന രൂപമായിട്ട് പറയുന്നത്, ഭാഗവതത്തിൽ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്, അല്ലെ? ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രാധാകൃഷ്ണന്മാരെ ആരാധിക്കുന്നതിന്റെ അതേ ഫലമാണ് കിട്ടുന്നത്.
ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്താണ്? കൃഷ്ണവർണം ദിശാകൃഷ്ണം സാങ്കോപാംഗാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായ യജന്തി സുമേധസ. കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് ഭഗവാൻ ശ്രീകൃഷ്ണനെ, സുവർണ വർണ്ണത്തിൽ അവതരിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കും എന്ന് പറയുന്നു. അപ്പൊ കലിയുഗത്തിന്റെ ആരാധനാമൂർത്തി യഥാർത്ഥത്തിൽ ഗൗരംഗ മഹാപ്രഭുവാണ്. ചൈതന്യ മഹാപ്രഭുവിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത്. ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് രാധാകൃഷ്ണ തത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഗൗഡീയ സമ്പ്രദായത്തിൽ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതും പിന്നീട് അവർക്ക് രാധാകൃഷ്ണ തത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു വന്ന സമയത്തും ഭാര്യയായിട്ട് വന്ന ദേവി ലക്ഷ്മിയുടെ അവതാരമായിരുന്നില്ലേ പ്രഭു? യെസ്, ലക്ഷ്മി ദേവി ആയിരുന്നു, അല്ലെങ്കിൽ സീതാദേവി ആയിരുന്നു. ലക്ഷ്മി ദേവി തന്നെയാണ്, ലക്ഷ്മി ദേവിയുടെ വിസ്തരണം തന്നെയാണ് സീതാദേവി. ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിച്ച സമയത്ത് പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാനും നേരത്തെ ത്രേതായുഗത്തിൽ ഈ നവദ്വീപ് ധാമത്തിൽ എത്തിയിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജന്മസ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, ത്രേതായുഗത്തിൽ അവര് വനവാസ സമയത്ത്. ആ സമയത്ത് മോദദ്രുമ ദ്വീപ്, നവദ്വീപിലെ ഒരു ദ്വീപിന്റെ പേരാണ് മോദദ്രുമ ദ്വീപ്. ആ മോദദ്രുമ ദ്വീപ് എന്ന് പേര് കിട്ടിയിട്ടുള്ളത് തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ വന്ന ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു വൃക്ഷത്തിന്റെ, ഒരു വലിയ അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട്, സ്വയം ഇരുന്ന് ചിരിക്കുന്നു. അപ്പൊ മോദദ്രുമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം, ആനന്ദിക്കുക. ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ഭഗവാൻ അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സീതാദേവി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങ് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന കലിയുഗത്തിൽ, ധന്യമായിട്ടുള്ള കലിയുഗത്തിൽ എന്നാണ് പറയുന്നത്, വളരെ വിശേഷപ്പെട്ട കലിയുഗമാണ്. ആ വിശേഷപ്പെട്ട കലിയുഗത്തിൽ ഞാൻ ഇവിടെ അവതരിക്കാൻ പോകുന്നുണ്ട്. അന്ന് നീയും എൻ്റെ കൂടെ അവതരിക്കും, ഞാൻ സന്യാസം എടുക്കും എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് ഭഗവാൻ പ്രവചിക്കുന്നുണ്ട്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വന്നിട്ടുള്ളത് സീതാദേവി തന്നെയാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ സമയമായിട്ടുണ്ട്. നമ്മൾക്ക് ശ്ലോകം ചെല്ലാം. ആരാണ് ചെല്ലുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ശ്രീകാന്ത് പ്രഭുജി ചൊല്ലുന്നു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന